السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് തന്നെ പരീക്ഷണമാണ്. അതിൽ പല പ്രയാസങ്ങളും ഉണ്ടാകും. പലരിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും സംഭവിച്ചേക്കാം. ചിലപ്പോൾ അയൽവാസികളുടെ ഷർറ്, അവരിൽ നിന്നുള്ള പ്രയാസമുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ഭാര്യയിൽ നിന്ന് തന്നെയാകാം, ചിലപ്പോൾ മക്കളിൽ നിന്നാകാം, ചിലപ്പോൾ അള്ളാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള നിഅമത്ത് കൊണ്ട് വരുന്ന ഷർറുകളാകാം. ഉദാഹരണം സമ്പത്ത്. അതേപോലെ തന്നെ നമ്മളെ കൂടെ നടക്കുന്ന നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഷൈത്താനിൽ നിന്ന്, ഷൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടിയത് പല ഘട്ടങ്ങളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ ഷർറ് അത്രത്തോളമാണ്. ഇങ്ങനെയുള്ള ഇസ്തിആദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള, രക്ഷ തേടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. ചിലപ്പോൾ അതിന് പല പരിഹാരങ്ങളും നമ്മൾ തേടിപ്പോകും. അനുവദനീയമായ പരിഹാരങ്ങൾ തന്നെ തേടിപ്പോകുന്ന ആളുകളുണ്ടാകും. യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിന് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് അല്ലാഹു തആലയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇസ്തിആദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ അത് കാണാം, സഹീഹായ ഹദീസുകളിൽ അത് കാണാം. അത് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കണം. നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ, ഇസ്തിആദകൾ, രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾക്ക് ഹദീസുകളിൽ, സഹീഹായ ഹദീസുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള സ്ഥിരപ്പെട്ട ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിട്ടുള്ള 5 കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടി. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ അഭയം കൊള്ളലാണ്. അള്ളാഹുവിലേക്ക് രക്ഷ തേടി നമ്മൾ ദുആ ചെയ്യുന്നതിന് ഇസ്തിആദ എന്ന് പറയും. നമുക്കറിയാം, പണ്ഡിതന്മാർ 5 റുക്നുകൾ പറഞ്ഞിട്ടുണ്ട്. അർക്കാനുൽ ഇസ്തിആദ എന്ന് പറയും. ഒന്നാമത്തെ അൽ മുസ്തഈദ്, ഇസ്തിആദ നടത്തുന്നയാൾ, അത് വിശ്വാസിയാണ്. വിശ്വാസിയാണ് ശരണം തേടുന്നത്. അപ്പോൾ ഇസ്തിആദക്ക് 5 റുക്ൻ, അതിലൊരു റുക്ൻ ഇസ്തിആദ നടത്തുന്നയാൾ. രണ്ടാമത്തെ റുക്ൻ അൽ മുസ്തആദു ബിഹി, ആരോടാണ് നമ്മൾ രക്ഷ തേടേണ്ടത്? അല്ലാഹു തആലയോട് മാത്രമാണ്. അൽ മുസ്തആദു ബിഹി, ഇസ്തിആദയുടെ രണ്ടാമത്തെ റുക്ൻ പണ്ഡിതന്മാർ പറയാറുള്ളത് അതാണ്. അൽ മുസ്തആദു ബിഹി, അള്ളാഹുവിനോടാണ് നമ്മൾ രക്ഷ തേടേണ്ടത്, മറ്റു സൃഷ്ടികളോടല്ല. അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ കലിമാത്തുകൾ കൊണ്ട് രക്ഷ തേടാം. മൂന്നാമത്തെ അൽ മുസ്തആദു മിൻഹു, എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? പല കാര്യങ്ങൾ, ശൈത്താനിൽ നിന്ന്, മറ്റു ഷർറുകളിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, അതുപോലെ തന്നെ പലതും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കസൽ, മടിയിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിട്ട്. അതിനാണ് എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത് അൽ മുസ്തആദു മിൻഹു എന്ന് പറയുക. നാലാമത്തേത് സീഗത്തുൽ ഇസ്തിആദ, ആ രക്ഷ തേടാൻ വേണ്ടി ഉപയോഗിച്ച സീഗ, അതിന്റെ രൂപം. അഊദു ബില്ലാഹിൽ അദീം, ഇങ്ങനെ പല സീഗകളും ഉപയോഗിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണം തേടുന്നത്. നാലാമത്തേത്, 5-ാമത്തെ റുക്ൻ, എന്തിനാണ് ഒരു വിശ്വാസി ഇങ്ങനെ ഇസ്തിആദ നടത്തുന്നത്? ഇതിന്റെ മത്ലബ് എന്താ? ഇതിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം അസ്സലാമത്തു ഫിദ്ദീനി വദ്ദുനിയ, നമ്മുടെ ദീനിലും ദുനിയാവിലും നമ്മൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇങ്ങനെ ഇസ്തിആദകൾ എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ദീനിയായ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ ദുന്യവിയായ നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതിനാണ് നമ്മൾ ഇസ്തിആദ നടത്തുന്നത്. സലാമത്തു
ഫി ദീനിൽ മുസ്ലിം ദുനിയാഹു, ഒരു മുസ്ലിമിന്റെ ദീനിലുള്ള സുരക്ഷ, അതുപോലെ തന്നെ ദുനിയാവിലുള്ള സുരക്ഷ. ഇതാണ് നമ്മൾ ഇസ്തിആദ, അള്ളാഹുവിനോട് രക്ഷ തേടുന്നതിന്റെ മത്ലബ്, ഇതിന്റെ ലക്ഷ്യം അതാണ്. ഇങ്ങനെ 5 റുക്നുകൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പഠിച്ച ആളുകൾ, ചിലപ്പോൾ കേട്ട ആളുകൾ ഉണ്ടാകും, കേട്ട ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. പഠിച്ച ആളുകൾ, പഠിക്കാത്ത ആളുകൾ അത് പഠിക്കണം, ഇന്ന് തന്നെ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അത്രയും നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ള, നമ്മൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ, സിയാദെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള തേട്ടമാണ്, അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. മാത്രമല്ല പരലോക ജീവിതത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂ, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ജാരി സൂ, മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന്, ദുഷിച്ച അയൽവാസി, നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽവാസിയുടെ ഷർറിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. ഞാൻ ഈ പ്രാർത്ഥന നിങ്ങളെ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇത് പഠിക്കണം. ഇന്ന് ഈ ദർസ് പിരിയുമ്പോൾ തന്നെ ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ, ദുഷിച്ച മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ സൗജിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ്, നരയെത്തുന്ന ഒരു പ്രായമുണ്ട്, നമ്മൾക്കൊക്കെ നര ബാധിക്കുന്ന ഒരു പ്രായമുണ്ട് സാധാരണ. ആ പ്രായമാകുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച, എന്നെ നരപ്പിച്ച അല്ലെങ്കിൽ നരപ്പിക്കുന്ന, നരബാധിപ്പിക്കുന്ന ഇണയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഷർറ് കൊണ്ട്, ഭാര്യ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയത് കൊണ്ട് അവന് ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടായി, അവന് നരബാധിച്ചുപോയി. അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന, പല നിലക്കും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇണയുടെ ഷർറിൽ നിന്ന്, അത്തരം ഇണകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ, എന്റെ മേൽ റബ്ബാകും, ഇൻഷാ അല്ലാഹ് നമ്മളത് പറയാം, എന്റെ മേൽ യജമാനനാകുന്ന മക്കളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, എന്നെ ഭരിക്കുന്ന, എന്റെ യജമാനനായി തീരുന്ന, അവനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉമ്മാക്കുപ്പാക്കും ഉണ്ടാകുക. അങ്ങനെയുള്ള മക്കളിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വമിൻ മാലിൻ യകൂനു അലയ്യ അദാബ, അതേപോലെ തന്നെ സമ്പത്തിൽ നിന്ന്, ആ സമ്പത്ത് എനിക്കൊരു ശിക്ഷയായിരിക്കും, എനിക്ക് ശിക്ഷയായി മാറുന്ന, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ശിക്ഷ കിട്ടുമാറ് ഒരു പരീക്ഷണമായി മാറുന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വമിൻ ഖലീലിൻ മാകിരിൻ, അതേപോലെ തന്നെ കുതന്ത്രക്കാരനായ കൂട്ടുകാരനിൽ നിന്ന്, ചതിയനായ, വഞ്ചകനായ, നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ച് നമ്മളെ ചതിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടുകാരനിൽ നിന്ന്. ഐനുഹു തറാനി, അവന്റെ കണ്ണ് എപ്പോഴും എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കും, എന്റെ കുറവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടുകാരനാണ്. വഖൽബുഹു യർആനി, അവന്റെ ഹൃദയം എന്റെ എന്തെങ്കിലും വീഴ്ചകൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് അത് തക്കം നോക്കി നിൽക്കുന്നയാളാണ്. അവന്റെ ഹൃദയം അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കുറവ് എന്നിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നിരീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടുകാരൻ. ഇൻ റഅ ഹസനതൻ ദഫനഹ, എന്നിൽ നിന്നൊരു നന്മ കണ്ടാൽ അവനത് മൂടിവെക്കും, അത് പറയൂല, പ്രചരിപ്പിക്കൂല. വഇദാ റഅ സയ്യിഅതൻ അദാഅഹ, ഇനി എന്നിൽ നിന്ന് വല്ല വീഴ്ചകളും സംഭവിച്ചാൽ അവനത് പ്രചരിപ്പിക്കും. ഇങ്ങനെയുള്ള കുതന്ത്രക്കാരനായ കൂട്ടുകാരനിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യങ്ങളിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയിട്ടുള്ളത്. നോക്ക്, ഒന്നാമതായി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഅ്, ദുഷിച്ച മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അയൽവാസിയുടെ ഷർറ് നമ്മളെ ജീവിതത്തെ ഏറെ പ്രയാസപ്പെടുത്തും.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഈ പ്രാർത്ഥന എന്റെ അയൽവാസി എന്റെ കാര്യം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഷർറ് കൊണ്ട് ഇവിടെ നമ്മൾ ഇത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മളൊരു അയൽവാസിയായിരിക്കും. നമ്മുടെ അയൽവാസിയുടെ ഷർറിൽ നമ്മൾ രക്ഷ തേടുമ്പോൾ ഞാൻ തന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ അയൽവാസിയാണ് ഞാൻ. എന്റെ അയൽവാസിക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ രൂപത്തിൽ അയൽവാസിയെ ഉപദ്രവിക്കുന്നതിന് എതിർത്തിട്ടുണ്ട്. അയൽവാസിയോട് പാലിക്കേണ്ട ബാധ്യതയിൽ ഏറ്റവും മിനിമം പാലിക്കേണ്ട ബാധ്യതയാണ് അവനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. ഏറ്റവും മിനിമം. രണ്ടാമത്തേതാണ് അവനെ സഹായിക്കുക എന്നുള്ളത്. മൂന്നാമത്തേതാണ് അവനെ സഹായിക്കുന്നതോടൊപ്പം അവന്റെ പ്രയാസങ്ങൾ സഹിക്കുക. അവൻ ഇങ്ങോട്ട് പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് സഹിച്ച് അവനെ സഹായിച്ചുകൊണ്ടിരിക്കുക. അതിലേറ്റവും മിനിമം നിർബന്ധമായി അയൽവാസിയോട് പാലിക്കേണ്ട മര്യാദയാണ്. അവന് നമ്മളൊരു ഗുണം ചെയ്തിട്ടില്ലെങ്കിലും, ഒരു ഉപകാരം നമ്മളെ കൊണ്ട് അവനില്ലെങ്കിലും, ഒരു ഉപദ്രവവും നമ്മളെ കൊണ്ട് അയൽവാസിക്കില്ല എന്ന് ഉറപ്പുവരുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഖലീല മിൻ അദൽ ജാർ, അയൽവാസിയെ ഒരു ചെറിയ അളവിൽ പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ അളവിൽ പോലും ഉപദ്രവിക്കാൻ പാടില്ല. അയൽവാസിയെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 തവണ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അവന്റെ വിശ്വാസം പൂർത്തിയാവുകയില്ല, അവന് വിശ്വാസം പൂർത്തിയാവുകയില്ല എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സഹാബത്ത് ആർക്കാണ് ഈമാൻ പൂർത്തിയാകാത്തത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. തന്റെ അയൽവാസി തന്റെ ഷർറിൽ നിന്ന് നിർഭയനായിട്ടില്ല. നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽവാസിക്കൊരു നിർഭയത്വം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസിൽ കാണാം, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. ഒരാൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ അവന്റെ അയൽവാസി ഉപദ്രവിക്കാൻ പാടില്ല. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എന്റെ അയൽവാസിക്ക് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ ഷെറിനെ കുറിച്ച് നമ്മുടെ അയൽവാസിക്ക് നിർഭയത്വമല്ല, നമ്മളെക്കുറിച്ച് അയൽവാസിക്ക് പേടിയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മൾ അയൽവാസിയെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെക്കുറിച്ച് അവനൊരു പേടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഹദീസിന്റെ പരിധിയിൽപ്പെടും. അത് നമ്മളെങ്ങനെ മാറ്റിയെടുക്കുക? നമ്മുടെ മുആമലത്ത് കൊണ്ടാണ്, നമ്മുടെ ഇടപാട് കൊണ്ടാണ്. ഞാനൊരു പ്രശ്നക്കാരനല്ല, എന്നെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകൂല എന്ന് നമ്മൾ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് അവനെ ബോധ്യപ്പെടുത്തണം. നമ്മളെക്കുറിച്ച് എപ്പോഴും അവന് ഭീതിയാണ്, അവൻ എപ്പോഴും എന്നെ ആക്രമിക്കാം, എന്നെ പ്രയാസപ്പെടുത്താം. നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷെ അവന് നമ്മളെക്കുറിച്ചൊരു പേടി മാറിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് പോലും അപകടമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്, നമ്മുടെ ഇടപാടുകൾ കൊണ്ടാണ്. അപ്പോ ഇതിന്റെ ഒരു മറുവശമാണ്. നമ്മളിത് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ എന്റെ അയൽവാസിക്ക് എങ്ങനെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹദീസിൽ ഒന്നാമതായി രക്ഷ തേടിയിട്ടുള്ളത് മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഈ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം, വമിൻ സൗജിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ്, നരയെത്തുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിക്കുന്ന, എന്നെ നരപ്പിക്കുന്ന ഇണയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മോശം പെരുമാറ്റം കൊണ്ട്, അവളുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തൽ കൊണ്ട് അവന് പ്രയാസങ്ങൾ, ടെൻഷൻ, സമാധാനക്കേട്, നിരന്തരം പ്രയാസപ്പെടുത്തലാണ്, നന്ദികേടും കുത്തുവാക്കുകളും. അതിന്റെ പേരിൽ അവൻ വല്ലാതെ പ്രയാസപ്പെടുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ടാകാം, ഭാവിയിൽ സംഭവിക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടാകും. അവർക്ക് കിട്ടാൻ പോകുന്ന ഭാര്യ ഇങ്ങനെയാകാതിരിക്കാൻ അവർ ഇസ്തിഹാദ നടത്തണം. നിലവിൽ ആ പ്രശ്നമുള്ള ആളുകൾ റബ്ബിനോട് ഈ പ്രയാസം പറയണം. അത് അള്ളാഹു തആല അതിന് പരിഹാരം നൽകും. അള്ളാഹു പല രൂപത്തിലായിരിക്കും പരിഹാരം നൽകുക. നമ്മുടെ ഭാര്യയെ ഒരു സാലിഹത്തായ പെണ്ണാക്കി അള്ളാഹുവിന് മാറ്റാം. അള്ളാഹുവിന്റെ അടുത്താണ് ഹിദായത്തുള്ളത്. അതിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. നിലവിൽ നമ്മുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല, ഭാവിയിൽ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ പ്രാർത്ഥന നടത്തണം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം. ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തം വിശുദ്ധ ഇസ്ലാം എത്ര ശക്തമായ രൂപത്തിലാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നമുക്കെന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന രൂപത്തിലല്ല അത് പഠിപ്പിക്കേണ്ടത്. മറിച്ച് എന്റെ ഭാര്യയ്ക്ക് കൂടി സ്വർഗം കിട്ടണം. മാത്രമല്ല നമ്മുടെ പെൺകുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ഇതിപ്പോ സ്ത്രീകളുടെ വിഷയം സ്ത്രീകൾ നേർക്കുനേരെ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു കൊടുക്കണം. നമ്മൾ കേട്ട് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത്തരം ദർസുകൾ നമ്മളവരെ കേൾപ്പിച്ചു കൊടുക്കണം. പെണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ മാത്രമല്ല, നമ്മുടെ മക്കൾ നാളെ ഒരു ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ്. നമ്മുടെ സഹോദരി അതിൽപ്പെട്ടതാണ്. നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പയോടുള്ള പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഉമ്മാക്കത് പറഞ്ഞു കൊടുക്കണം. ഉപ്പയോടുള്ള നിങ്ങളുടെ പെരുമാറ്റം ശരിയാക്കണം. അത്രയും ബാധ്യത നിങ്ങൾക്ക് ഉപ്പയോടുണ്ട് എന്ന് നമ്മുടെ ഉമ്മയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളത് പഠിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇസ്ലാം നിർബന്ധമായി ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ള കാര്യം കൂടി മാത്രം ചെയ്താൽ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. എത്ര വലിയ ഓഫറാണത്! പെണ്ണിന് മാത്രമുള്ള ഓഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഹഫിളത് ഫർജഹാ. ഒരു പെണ്ണ് 5 വക്ത് നിസ്കരിച്ചു. നമ്മൾ കേട്ട ഹദീസായിരിക്കും. റമദാനിൽ നോമ്പെടുത്തു. അവളുടെ ലൈംഗിക വിശുദ്ധി അവൾ കാത്തു സൂക്ഷിച്ചു. 4ാമത് പറഞ്ഞു വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചു. ഇങ്ങനെ ഒരു പെണ്ണ് ജീവിച്ചാൽ നോക്ക്, നിസ്കാരം, നോമ്പ്, ലൈംഗിക വിശുദ്ധി, ഇതിന്റെ കൂടെ ഭർത്താവിന് ഖിദ്മ ചെയ്ത് അനുസരിച്ച് ഒരു നല്ല ഭാര്യയായി അവൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഖീല ലഹ, അവളോട് പറയപ്പെട്ടു ഉദ്ഖുലിൽ ജന്നത, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗത്തിന് എത്ര വാതിലാണുള്ളത്? 8 വാതിലാണുള്ളത്. എന്താണ് ഈ സ്ത്രീയോട് പറയുക? ഉദ്ഖുലിൽ ജന്നത മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന ഏത് വാതിലിലൂടെയും സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം. നോക്ക്, സ്വർഗത്തിൽ ഏത് വാതിലിലൂടെയും ഈ പെണ്ണിന് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഈ സന്തോഷ വാർത്ത പെണ്ണുങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നാളെ ഭാര്യയാകാൻ പോകുന്ന മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠമാണത്. അങ്ങനെയുള്ളൊരു മക്കളാകട്ടെ പെങ്ങന്മാരാകട്ടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഉമ്മമാരാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഉപ്പയോടുള്ള ഇടപാടിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾക്ക് അവർ പറഞ്ഞു കൊടുക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഒറ്റ ഹദീസ് മാത്രം മതി. എന്താണ്? ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ട്? മിൻ അഇളാമി ഹഖ്ഖിഹി അലൈഹ, അത്രമേൽ ബാധ്യതയുണ്ട് അവൾക്ക് അവനോട്. അതുകൊണ്ടാണ്. നമുക്ക് നമ്മളൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കോടികൾ നമ്മുടെ മുമ്പിൽ വെച്ചാൽ എന്ത് ചെയ്യൂല? അത് തെറ്റാണ്, ഹറാമാണ്, ശിർക്കാണ്. അങ്ങനെ വല്ല അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ അതാർക്കാണ്? അത് അനുവാദമല്ല. ഇതെന്തിനാ അത് പഠിപ്പിച്ചത്? മിൻ അഇളാമി ഹഖ്ഖിഹി അലൈഹ, അത്രയും ബാധ്യത പെണ്ണിന് ഭർത്താവിനോടുണ്ട് എന്നാണ്. റബ്ബിന് മാത്രം ചെയ്യേണ്ട സുജൂദ് ഒരു സൃഷ്ടിക്ക് അനുവദിക്കുമായിരുന്നുവെങ്കിൽ, അങ്ങനെ അനുവദിച്ചിട്ടില്ല, ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. അത്രയും ബാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത്. വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ഭാര്യമാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെ പെണ്ണുങ്ങളായിട്ടുണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കണം.
വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. ഒരു പെണ്ണിനെ തന്റെ റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അവർ നിറവേറ്റിയിട്ടില്ല, അവൾ അവരുടെ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് വരെ. അപ്പൊ ഭർത്താവിനോടുള്ള ബാധ്യത ഹക്ക് നിറവേറ്റുന്നത് വരെ അവൾ അവരുടെ റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയുടെ ഭാഗമാണ് എന്നാണ് ഈ ഹദീസിന്റെ ആശയമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതവരുടെ ഈമാനിന്റെ ഹലാവത്തുൽ ഈമാൻ, ഒരു പെണ്ണിന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ഭർത്താവിനോടുള്ള ബാധ്യത അവൾ നിറവേറ്റിയാലേ അവൾക്കത് സാധിക്കും. ഒരിക്കൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ, കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചരിത്രം, ഒരു സംഭവം. ഒരിക്കൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അവരുടെ അടുത്ത് ഒരു സ്ത്രീ ചോദിക്കാനും, ഷെയ്ഖ്, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രാത്രിക്ക് ഒരുപാട് നിസ്കരിച്ചിരുന്ന, സുന്നത്ത് നോമ്പൊക്കെ ധാരാളം നിർവഹിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. മാത്രമല്ല ഖുർആനിന്റെ പാരായണത്തിലൊക്കെ അത്ഭുതകരമായ ആസ്വാദനം കണ്ടെത്തിയിരുന്ന ഒരു പെണ്ണാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കതിന് പറ്റുന്നില്ല. അപ്പോ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അവരോട് ചോദിക്കുന്നുണ്ട്, മാ ഹി അഖ്ബാറു ഇഹ്തിമാമികി ബിസൗജികി, നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ ഇടപാട് എങ്ങനെയാണ്? അപ്പൊ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എന്റെ നിസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഖിറാഅത്തിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾ അപ്പോ ഭർത്താവിനോടുള്ള ഇടപാടിനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ലാ തജിദുൽ മർഅതു ഹലാവതൽ ഈമാൻ, ഒരു പെണ്ണിന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല, ഹത്താ യുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ, ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ, അവളുടെ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് വരെ അവൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നീ നേരത്തെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ച ഒരാളായിരുന്നു. പക്ഷെ ഭർത്താവിനോടുള്ള ബാധ്യതയിൽ എന്തെങ്കിലും പ്രശ്നം വരുത്തുന്നുണ്ടെങ്കിൽ അതിന് ഈമാനിനെ ബാധിക്കും എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹദീസ് പറഞ്ഞത് കാണാം. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഭർത്താവിനോടുള്ള കടമകൾ നിറവേറ്റുന്ന വിഷയത്തിൽ ഭാര്യമാർ വീഴ്ച വരുത്തിയാൽ അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവർ നരകത്തിൽ കൂടുതൽ അവർ പ്രവേശിക്കാനുള്ള കാരണമായി പറഞ്ഞ യക്ഫുർനൽ ആശീർ, ഭർത്താവിനോടുള്ള നന്ദികേടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു തബാറക വതആല ഇലാ ഇംറഅത്തിൻ, അല്ലാഹു തആല ഒരു സ്ത്രീയിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? ലാ തഷ്കുറു ലി സൗജിഹാ, ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണാണ്. വഹിയ ലാ തസ്തഗ്നി അൻഹു, അവൾക്കാണെങ്കിൽ അവനെ കൊണ്ട് ആവശ്യമുണ്ട്, അയാളുടെ ചെലവിൽ ജീവിച്ചുകൊണ്ടാണ് ഈ നന്ദികേട് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള പെണ്ണിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവിനോടുള്ള ബാധ്യത അവർ പഠിപ്പിക്കപ്പെടണം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം. അംർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരൻ ജുവൈരിയ ബിൻതുൽ ഹാരിസ്, അവരുടെ സഹോദരൻ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാന യുഖാൽ, പറയപ്പെടാറുണ്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്ന ആശയം. അശദ്ദുന്നാസി അദാബൻ ഇസ്നാൻ, ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന രണ്ടു വിഭാഗം ആളുകൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇംറഅത്തുൻ അസത് സൗജഹ, ഭർത്താവിനെ ധിക്കരിക്കുന്ന ഒരു പെണ്ണാണ്. ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണ്, അവൾക്ക് കഠിനമായ ശിക്ഷ പരലോകത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കണം.
ഇവിടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ രക്ഷ തേടുന്നത് ഭർത്താവിന് പ്രയാസമുണ്ടാക്കുന്ന ഭാര്യയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. എന്താണ്? വമിൻ സൗജിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ്. നരയെത്തുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിക്കുന്ന, എന്നെ നരപ്പിക്കുന്ന ഇണയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. മൂന്നാമത്തേത് വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ. എന്റെ മേൽ റബ്ബ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നുള്ള അർത്ഥമാണ്. എന്റെ മേൽ എന്നെ ഭരിക്കുന്ന, എന്റെ യജമാനനായി തീരുന്ന മക്കളിൽ നിന്ന്. ഉപ്പയെയും ഉമ്മയും ഭരിക്കുന്ന മക്കൾ, അത് സംഭവിക്കുന്നുണ്ട്. പല വീട്ടിലും മക്കളെ പേടിയാണ് ഉപ്പാർക്കും ഉമ്മാർക്കും. അവനോടൊന്ന് സംസാരിക്കാൻ പോലും പേടിയാണ്. അത്രമേൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മാതാപിതാക്കളെ പേടിപ്പിക്കുന്ന, മക്കളുടെ ശർറിനെ തൊട്ട് അങ്ങേയറ്റം പേടിയിൽ ജീവിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ നമ്മുടെ വീടുകളിലുണ്ട്. ഇങ്ങനെയുള്ള മക്കളിൽ നിന്ന് അള്ളാഹു നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ജിബ്രീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാളെ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹ. യജമാനത്തിയെ പ്രസവിക്കുന്ന അടിമപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ, ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പല ഇബ്നു ഹജറിനെ പോലെയുള്ള ആളുകളൊക്കെ തർജീഹ് ചെയ്തിട്ടുള്ള അഭിപ്രായം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമെന്നാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത ആളുകൾ, കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെയൊരു മകൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു മകൾ എനിക്കില്ലാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ മാർഗം, ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ് റബ്ബിനോട് ഇസ്തിആന നടത്തുക. അതേപോലെ തന്നെ മക്കൾ നിലവിൽ ഉള്ള ആളുകൾ, ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ഭാവിയിൽ അവർ നമ്മളെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. നിലവിൽ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ദുആ ചെയ്യണം. അല്ലാഹു തആല അതിന് പരിഹാരം കാണുക പല രൂപത്തിലായിരിക്കും. ആ മകനെ സാലിഹാക്കാം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഭാര്യയും മക്കളൊക്കെ ഇതിലൂടെ നന്നാകും. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സാലിഹുകളായ മക്കളെ തരാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. മക്കൾ സാലിഹായ പ്രശ്നമുണ്ടാ. അപ്പൊ ഈ ഇസ്തിആന നടത്തുമ്പോൾ ഇങ്ങനെയുള്ള മക്കളുടെ ഷർറിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. അത് അള്ളാഹു രക്ഷ നൽകുന്നത് നമ്മുടെ മക്കളെ സാലിഹാക്കിക്കൊണ്ടാകാം, അല്ലെങ്കിൽ അവർ വേറെന്തെങ്കിലും പരിഹാരമാകാം. അതുകൊണ്ട് ഇതാണ് മൂന്നാമത്തെ ഭാഗം, നമ്മൾ പ്രാർത്ഥിക്കണം. വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ. നാലാമത്തെ എന്താണ്? വമിൻ മാലിൻ യകൂനു അലയ്യ അദാബ. അദാബ് ശിക്ഷ. എന്റെ മേൽ ശിക്ഷയാകുന്ന, എനിക്ക് ശിക്ഷയായി വരുന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹു എന്നോട് ഞാൻ രക്ഷ തേടുന്നു. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇവിടെ നടന്ന സംസാരത്തിൽ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാകും. സമ്പത്ത് പരീക്ഷണമാണ്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഓരോ ഉമ്മത്തിനും ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മതി അൽ മാൽ. എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം സമ്പത്താണ്. സമ്പത്ത് എങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ളതും എവിടെ ചെലവഴിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് സമ്പത്ത് ശിക്ഷയാകാം. നമ്മൾ സമ്പാദിക്കുന്നത് ഹറാമായ രൂപത്തിലാണെങ്കിൽ അത് നമുക്ക് നാളെ ശിക്ഷയായിരിക്കും. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്ന് വളർന്ന ഒരു ശരീരം അവൻ ഏറ്റവും യോജിച്ചത് നരകമാണ്. അതേപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നത് നമ്മൾക്ക് ഹറാമായ രൂപത്തിലാണെങ്കിൽ ആ സമ്പത്ത് നമ്മൾക്ക് നാളെ അദാബായിരിക്കും, ശിക്ഷയായിരിക്കും. അപ്പൊ സമ്പാദിക്കുക എന്നുള്ളതും സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളതുമൊക്കെ അതിൽ സൂക്ഷ്മതയില്ലെങ്കിൽ നമുക്ക് നാളെ അത് ശിക്ഷയായിരിക്കും. അത് നമുക്ക് നാളെ ശിക്ഷയായിരിക്കും. അതാണ് എനിക്ക് ശിക്ഷയായി തീരുന്ന നാളെ പരലോകത്ത് ആ സമ്പത്തുണ്ടായതിന്റെ പേരിൽ, അത് സമ്പാദിച്ച വിഷയത്തിലാകാം, ചെലവഴിച്ച വിഷയത്തിലാകാം. അതേപോലെ തന്നെ അതിന് കൊടുക്കേണ്ട ഹക്ക്, സകാത്ത്, അതുപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിച്ചാൽ ആ സമ്പത്ത് നമുക്ക് നാളെ അദാബായിരിക്കും. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത്, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത്
ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഖൈറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമൽ മാലു സാലിഹ് ലിൽ മർഇ സാലിഹ്. നല്ല മനുഷ്യന് നല്ല സമ്പത്ത് എത്ര നല്ലതാണ്. ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് ഹലാലായ സമ്പത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അയാളത് നല്ലതിന് ഉപയോഗിക്കുള്ളൂ. നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. സഈദ് ഇബ്നു അൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് മഹാനായ താബിഈൻ അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ ഖൈറ ഫീമൻ ലാ യുരീദു ജംഅൽ മാൽ മിൻ ഹില്ലിഹി. ഒരാൾക്ക് യാതൊരു നന്മയുമില്ല, അയാൾ സമ്പത്ത് ഉണ്ടാക്കുക സമ്പാദിക്കുക എന്ന കാര്യം അയാൾ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ? മിൻ ഹില്ലിഹി, ഹലാലായ രൂപത്തിലൂടെ സമ്പാദിക്കുക എന്നത് ചിന്തിക്കാത്ത ഒരാളിൽ നന്മയില്ല എന്ന് പറഞ്ഞു. ഹലാലായ രൂപത്തിലൂടെ സമ്പാദിക്കുക എന്ന് ചിന്തിക്കാത്ത, അത് ആഗ്രഹിക്കാത്ത ഒരാളിൽ നന്മയില്ല. എന്തിനാണ് അയാൾ സമ്പാദിക്കുന്നത് ഹലാലായ രൂപത്തിലൂടെ? യകുഫു ബിഹി, അയാൾ അതിലൂടെ യകുഫു ബിഹി വജ്ഹു അനിന്നാസ്, അയാളുടെ മുഖം ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ, മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കാൻ ഹലാലായ രൂപത്തിലൂടെ സമ്പാദിക്കണമെന്ന് ചിന്തിക്കാത്തവനിൽ നന്മയില്ല. നമ്മൾ സമ്പാദിക്കണം എന്തിനാണ്? മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടരുത്, ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്ന നിലക്കാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ടത്. വയസിലു ബിഹി റഹിമ, ആ സമ്പത്ത് ഉപയോഗിച്ച് കുടുംബബന്ധം ചേർക്കാൻ സാധിക്കണം. വയുഅതി മിൻഹു ഹഖ്ഖ, അതിന്റെ ഹഖ് അവന് കൊടുക്കാൻ സാധിക്കണം. ഈ ഉദ്ദേശത്തിൽ ഒരാൾ സമ്പാദിക്കുക എന്നുള്ളത് അവൻ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. എന്തിന്? മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കാൻ, ആളുകൾക്ക് സ്വതക്ക കൊടുക്കാൻ. ഈ ഉദ്ദേശത്തിൽ ഒരാൾ സമ്പത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. ഇതിനുവേണ്ടി അത് ഹലാലായ രൂപത്തിൽ, ഹലാലായ സമ്പാദ്യം. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയത് എന്താണ്? നമ്മൾക്ക് നാളെ അദാബായി തീരുന്ന, ശിക്ഷയായി തീരുന്ന സമ്പത്തില്ലെന്ന്. നമ്മുടെ കയ്യിൽ പണം വന്നു, അതിന്റെ പേരിൽ നാളെ നമുക്ക് ശിക്ഷ കിട്ടണം, അങ്ങനത്തെ സമ്പത്ത് നമുക്ക് വേണ്ട. ഫക്കീറായി മരിക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത്. സംശയമല്ല, ഫക്കീർ വേറെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഒരുപാട് ഹറാമ് സമ്പാദിച്ചു കൂട്ടി നമ്മൾ കുറെ സ്വതക്ക കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോ ഈ പറഞ്ഞത് നമ്മൾക്ക് നാളെ ശിക്ഷ കിട്ടുന്ന രൂപത്തിലുള്ള സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹു നിന്നോട് രക്ഷ തേടുന്നു എന്ന കാര്യമാണ് നാലാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അഞ്ചാമത്തേത് വമിൻ ഖലീലിൻ മാക്കിരിൻ. ഖലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, മാക്കിർ എന്ന് പറഞ്ഞാൽ കുതന്ത്രക്കാരനായ, കുതന്ത്രം ചെയ്യുന്ന കൂട്ടുകാരിൽ നിന്ന്. നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ച് നടക്കും, പക്ഷേ അയാളുടെ മനസ്സിൽ നമ്മളെ ചതിക്കണം, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഈ രൂപത്തിൽ ഉള്ള കൂട്ടുകാരനിൽ നിന്ന് അള്ളാഹു നിന്നോട് രക്ഷ തേടുന്നു. അവിടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ സ്വഭാവം, അവന്റെ മറ്റു ചില വിശേഷണങ്ങൾ ശേഷം പറഞ്ഞു. ഐനുഹു ചറാനി, അവന്റെ കണ്ണ് എന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്റെ തെറ്റുകൾ, എന്റെ കുറവുകൾ അത് കണ്ടെത്തുക എന്നാണ് അവന്റെ കണ്ണിന്റെ പണി. വഖൽബുഹു യർആനി, അവന്റെ ഹൃദയം എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്റെ തെറ്റുകൾ അവൻ കാണുന്നതിൽ, ആ തെറ്റ് കാണാൻ വേണ്ടി, എന്റെ വീഴ്ച കാണാൻ വേണ്ടി തക്കം നോക്കി നിൽക്കുന്ന ഒരു ഹൃദയം, അങ്ങനെയുള്ള ഒരു കണ്ണ്, ഇതൊക്കെയാണ് അവനുള്ളത്. ഇങ്ങനെയുള്ള ചതിയന്മാരായ കൂട്ടുകാരിൽ നിന്ന്, ചങ്ങാതിമാരിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഇൻ റഅ ഹസനതൻ ദഫനഹ, എന്റെ വല്ല നന്മയും കണ്ടാൽ അവനതിനെ മൂടിവെക്കും, മറച്ചുവെക്കും. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും നന്മകൾ അത് പറയാൻ അവന് താല്പര്യം ഉണ്ടാകൂല. വൈദാ റഅ സയ്യിഅതൻ, ഇനി അവൻ എന്തെങ്കിലും എന്റെ വീഴ്ചകൾ, മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും, കുറവുകൾ ഉണ്ടാകും, അത് കണ്ടാൽ അദഅഹ, അതവൻ പ്രചരിപ്പിക്കും, ആളുകളോട് പറയും അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വൃത്തികെട്ട കൂട്ടുകാരിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ പറഞ്ഞു, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മൾ കഴിഞ്ഞ സംസാരത്തിലും പറഞ്ഞ കാര്യമാണ്, കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. നല്ല ബന്ധം,
ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, വിശ്വാസിയെ മാത്രമായിരിക്കണം നമ്മൾ കൂട്ടുകാരനായി സ്വീകരിക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാരൻ ഈമാനുള്ളയാളാകണം, ചക്കവയുള്ളയാളാകണം. ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് നമുക്കുണ്ടാകണം. അൽമർഉ ഫീ ദീനി ഖലീലി, ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഇതാരാ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കണം. ഇതാരാ പറഞ്ഞത്? അല്ലാഹു തആലയാണ്. അല്ലാഹു തആലയാണ് മനുഷ്യ മനസ്സുകളെ, മനുഷ്യരൊക്കെ സൃഷ്ടിച്ചത്. മനുഷ്യൻ ഏത് കോലത്തിലാകുക എന്നുള്ളത് അല്ലാഹ്ക്ക് അറിയാം. അതുകൊണ്ട് മനുഷ്യൻ ഒരാളുടെ കൂട്ടുകാരന്റെ ദീനിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ വൃത്തികേടുകൾ ചെയ്യുന്ന, അതുപോലെ തന്നെ ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും മറ്റു ശുബ്ഹത്തുകളും ഹറാമുകൾ, ലഹരി, മദ്യപാനം, തോന്നിവാസം, ഇങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂട്ടുകാരനെങ്കിൽ അത് നമ്മളിലേക്ക് പകരും. അവനുമായുള്ള മുസാഹബ, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ നിലനിർത്തിയാൽ ഉറപ്പൻ. അതുകൊണ്ട് നമ്മൾക്ക് ദീനിയായി ദുനിയവിയായി നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇത്തരം വൃത്തികെട്ട കൂട്ടുകൾ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകെട്ട് ഏതാണെന്ന് പരിശോധിച്ച് നല്ല കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ നമുക്ക് പറ്റണം. നല്ല കൂട്ടുകെട്ട് എങ്ങനെ കിട്ടും? നല്ല കൂട്ടുകെട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നല്ല കൂട്ടുകെട്ട്, നല്ല കൂട്ടുകാരെ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കൂട്ടുകാരന്റെ ഉപമ പറഞ്ഞതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കൂട്ടുകാരെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എനിക്ക് നിലവിൽ നമ്മളെ ബന്ധങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ഇനി അതിന് പകരം നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം, ഏത് പ്രശ്നത്തിന്റെ പരിഹാരം പറയുമ്പോഴും ഒരു പരിഹാരം എന്താണ്? നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനൊക്കെ ഒരു പരിഹാരം, ഏറ്റവും ഫലപ്രദമായ പരിഹാരം എന്താണ്? അൻഫഉൽ അദ്വിയ എന്ന് പറയും. ഏറ്റവും ഉപകാരപ്പെടുന്ന മരുന്ന് പ്രാർത്ഥനയാണ്. അതിനെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, സിലാഹുൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ ആയുധമാണ്. അത് ഏത് പ്രശ്നത്തിനുള്ള പരിഹാരം അതാണ്. നമ്മൾക്കൊരു പ്രശ്നം, വൃത്തികെട്ട കൂട്ടുകെട്ടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഈ പറഞ്ഞതുപോലുള്ള ഇസ്തിആദകൾ. ഇനി നല്ല കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു എനിക്ക് നല്ല ബന്ധം ഉണ്ടാക്കി തരണമേ. അൽഖമത്ത് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാൻ ഷാമിൽ ചെന്നു. ഖദിംതു ഷാം, ഷാമിലേക്ക് ചെന്നു. ഫസല്ലൈതു റകഅതൈൻ, അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ഖുൽതു, എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ യസ്സിർ ലി ജലീസൻ സാലിഹ്, അള്ളാഹുവേ എനിക്ക് ഈ നാട്ടിൽ ഒരു നല്ല കൂട്ടുകാരനെ നീ എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കി തരണമേ. ഒരു നല്ല കൂട്ടുകെട്ട് എനിക്ക് വേണം. ഷാമിൽ ചെന്നപ്പോൾ വേറൊരു നാട്ടിൽ പോയാലും സുബ്ഹാനല്ലാഹ്, ഒരു പ്രധാന നമ്മൾ വിദേശത്തേക്ക് പോയി, ജോലി ആവശ്യാർത്ഥം എന്താവശ്യത്തിനാണെങ്കിലും പോയി, അവിടെ നമുക്ക് നല്ലൊരു കൂട്ടുകാരനെ ലഭിച്ചാൽ, എത്രയോ ആളുകൾ വിദേശത്ത് പോയി നന്നായിട്ടുണ്ട് അവിടെയുള്ള നല്ല ബന്ധം കൊണ്ട്. എത്രയോ ആളുകൾ വിദേശത്ത് പോയി നശിച്ചു പോയിട്ടുണ്ട് വൃത്തികെട്ട കൂട്ടുകെട്ടുകൊണ്ട്. അപ്പോൾ ഒരു നാട്ടിൽ ചെന്നാൽ ഒരു നല്ല ബന്ധം ഉണ്ടാക്കണമേ, ഒരു സാലിഹായ ഒരു കൂട്ടുകാരനെ എനിക്ക് തരണമേ. അല്ലാഹുവിനോട് ദുആ. അൽഖമത്ത് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് ചെയ്തത് അതാണ്. അങ്ങനെ അദ്ദേഹം ഫഅതൈതു ഖൗമൻ ഫജലസ്തു ഇലൈഹി, ഒരു പള്ളിയിൽ ദീൻ പഠിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നിരുന്നു. ഫഇദാ ശൈഖുൻ ഖദ് ജാഅ ഹത്താ ജലസ ഇല ജംബി, അങ്ങനെ ഒരു വൃദ്ധനായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോ അൽഖമത്ത് ഇബ്നു ഖൈസ് പറയാണ്, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഈ വയസ്സായ ആളാരാണ്? അപ്പൊ അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി അബൂദർദാ ആണ്. നോക്കി, ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ തന്നെ ഉത്തരം കിട്ടി. നല്ലൊരു കൂടെ ഇരിക്കാൻ ഒരു ജലീസിനെ ചോദിച്ചപ്പോ ഒരു സഹാബിയാണ് എന്ത് ചെയ്ത് അടുത്ത് വന്ന്. താബിഈക്ക് കിട്ടിയ അനുഭവമാണ്. നല്ല കൂട്ടുകാരൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തിൽ ഇങ്ങനെ കാണാം. അദ്ദേഹം പറയാണ്,
അഫ്വൻ അഹ്മദ് ഇബ്നു ഹർബ് റഹിമഹുല്ലാ, അഹ്മദ് ഇബ്നു ഹർബ് റഹിമഹുല്ലാ, അബദ്തുല്ലാഹ 50 സന, ഞാൻ 50 വർഷം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. ഫമാ വജദ്തു ഹലാവത്തൽ ഇബാദ, പക്ഷെ എനിക്ക് ഇബാദത്തിന്റെ ഒരു മാധുര്യം ആസ്വദിക്കാൻ പറ്റിയില്ല. 50 വർഷം അഹ്മദ് ഇബ്നു ഹർബ് റഹിമഹുല്ലാ പറയാൻ എനിക്ക് പറ്റിയില്ല. ഹത്താ തറക്തു 3 അഷ്യാ, 3 കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? തറക്തു റിദന്നാസ്, ജനങ്ങളുടെ തൃപ്തി, ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, ജനങ്ങളുടെ തൃപ്തി എങ്ങനെ നേടിയെടുക്കാം എന്ന ചിന്ത ഞാൻ ഉപേക്ഷിച്ചു. ഹത്താ ഖദിർതു അൻ അതകല്ലമ ബിൽ ഹഖ്, അപ്പോൾ പിന്നെ എനിക്ക് സത്യം തുറന്നു പറയാൻ സാധിച്ചു. ജനങ്ങളുടെ തൃപ്തി നോക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഹക്ക് പറയാൻ എനിക്ക് വേറെ തടസ്സങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കാരണമായ 3 കാര്യങ്ങളൊന്നാണ് ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ പോയില്ല, റബ്ബിന്റെ തൃപ്തി മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഹക്ക് പറയാൻ സാധിച്ചു. വതറക്തു സുഹ്ബത്തൽ ഫാസിഖീൻ, തമ്മാടികളുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിച്ചു. ഹത്താ വജദ്തു സുഹ്ബത്ത സാലിഹീൻ, അത് ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് നല്ല കൂട്ടുകെട്ടുണ്ടായി. അപ്പൊ നോക്ക്, വൃത്തികെട്ട കൂട്ടുകെട്ടിനെ ഉപേക്ഷിച്ചാൽ തന്നെ അൽ അർവാഹു ജുനൂദുൻ മുജന്നദ, ഒരേ മനസ്സുള്ള ആളുകൾ ഒന്നിക്കും. നല്ല ബന്ധങ്ങൾ, നല്ല സാലിഹായ മനുഷ്യന്റെ കൂടെ നല്ല ആളുകൾ എത്തിച്ചേരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകും. അതിന് വൃത്തികെട്ട കൂട്ടുകെട്ട് നമ്മൾ ഉപേക്ഷിക്കണം. വതറക്തു ഹലാവത്ത ദുനിയ ഹത്താ വജദ്തു ഹലാവത്തൽ ആഖിറ, ദുനിയാവിന്റെ മാധുര്യം, അതിന്റെ രുചി ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ എനിക്ക് പരലോകത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിച്ചു എന്ന് അഹ്മദ് ഇബ്നു ഹർബ് റഹിമഹുല്ലാ പറഞ്ഞതാണ്. അപ്പോ 4ാമത്തെ കാര്യം നമ്മുടെ കൂട്ടുകെട്ടിന്റെ വിഷയമാണ്. നമ്മളെ ചതിക്കുന്ന കൂട്ടുകാർ, നമ്മളെ വഞ്ചിക്കുന്ന കൂട്ടുകാർ, അവരുടെ ഷർറിൽ നിന്ന് നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ മനസ്സിൽ നമ്മുടെ അസൂയയും കുശുമ്പും, നമ്മളെ ചതിക്കാൻ കിട്ടിയ അവസരം, നമ്മളെ പാരവെക്കാൻ കിട്ടിയ അവസരം കാത്തുനിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരുടെ ഷർറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടി. ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന വല്ലാഹി മാ റഅയ്ന അർ-റജുൽ യുസാഹിബു മിനൻ നാസ് ഇല്ലാ മിത്ലഹു വശക്കലഹു. അല്ലാഹുവാണ് സത്യം, ഒരാൾ അയാളുടെ പോലത്തെ ആളുകളുമായിട്ടാണ് കൂട്ടുകെട്ട് സ്ഥാപിക്കുക. ഇപ്പോ നമ്മൾ കൂട്ടുകെട്ട് സ്ഥാപിക്കേണ്ടത്, നമ്മൾക്ക് ചായ്വുണ്ടാകേണ്ടത് ആരോടായിരിക്കണം? നല്ല മനുഷ്യന്മാരോടായിരിക്കണം. നമ്മൾ മോശപ്പെട്ട കൂട്ടുകെട്ടാണ് നമ്മൾ സ്ഥാപിക്കുന്നതെങ്കിൽ നമ്മളും ആ ഒരു ചിന്താഗതിക്കാരാണ് അതിന്റെ അർത്ഥം. നമ്മൾക്ക് നല്ല ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ടാകണം. വൃത്തികെട്ട ആളുകൾ, തോന്നിവാസം ചെയ്യുന്ന, ഹറാമുകൾ ചെയ്യുന്ന ആളുകളോട് നമ്മൾക്ക് ഇഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുമായി നമ്മൾ കൂട്ടുകെട്ട് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മളും അവരെ പോലെ തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഫസാഹിബു സാലിഹീന മിൻ ഇബാദില്ലാഹ്, അതുകൊണ്ട് ഫസാഹിബു അസ്സാലിഹീൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് നല്ലവരുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. ലഅല്ലകും അൻ തകൂനു മഅഹും ഔ മിസ്ലഹും, നിങ്ങൾ ഒന്നുകിൽ അവരുടെ കൂടെയായിരിക്കും അല്ലെങ്കിൽ അവരെ പോലെയായിരിക്കും. അപ്പോ നല്ലവരുമായി കൂട്ടുകെട്ട് സ്ഥാപിച്ചാൽ നമ്മൾക്ക് അവരെ പോലെയായി തീരാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ. അൽ മർഉ മഅ മൻ അഹബ്ബ്, ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെയായിരിക്കും നാളെ സ്വർഗത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക, സഹാബത്തിനെ സ്നേഹിക്കുക, സലഫുകളെ സ്നേഹിക്കുക, പണ്ഡിതന്മാരെ സ്നേഹിക്കുക, സാലിഹുകളെ സ്നേഹിക്കുക, നല്ല ആളുകളുമായിട്ട് ബന്ധമുണ്ടാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 5 കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയത് നമ്മളിവിടെ പറഞ്ഞു. ഒന്നുകൂടി പറയാം. എന്താണ് പ്രാർത്ഥന? നമുക്ക് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഅ്. എന്താ അർത്ഥം? വൃത്തികെട്ട, മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ആരാ രക്ഷ തേടുന്നത്? വിശ്വാസി. അതാണ് അൽ മുസ്തഈദ് നമ്മൾ പറഞ്ഞത്. ആരോടാണ് അൽ മുസ്തആദു ബിഹി? ആരോടാ? അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് എന്നാണ് പറഞ്ഞത്.
അൽ മുസ്തആദു മിൻഹു, എന്തിൽ നിന്നാണ് രക്ഷ തേടിയത്? 5 കാര്യങ്ങളിൽ നിന്ന്. ഒന്ന്, ദുഷിച്ച അയൽവാസി. അതിനുപയോഗിച്ച സീഗയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. തയ്യിബ്. പിന്നെന്താണ്? വമിൻ സൗജിൻ, ഇണയിൽ നിന്ന്. തുഷയ്യിബുനി, ആ ഇണ എന്നെ നരപ്പിക്കും. ഖബ്ലൽ മഷീബ്, എനിക്ക് നിറയെത്തുന്ന പ്രായം ആകുന്നതിന് മുമ്പ്. ഇങ്ങനെയുള്ള ഇണയിൽ നിന്ന്, എന്നെ ബുദ്ധിമുട്ടാക്കുന്ന, ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരിൽ നിന്ന്. മൂന്നാമത് വമിൻ വലദിൻ, മക്കളിൽ നിന്ന്. വലത് എന്ന് പറഞ്ഞാൽ അതിന്റെ ജിൻസ് ഉദ്ദേശിച്ചാൽ ആ മക്കൾ എന്നുള്ള വർഗ്ഗം മൊത്തത്തിൽ പറയാം. മകൻ ഒരു മകനാകണമെന്നില്ല, മക്കൾ എന്ന് പറയാം. വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ, എന്റെ മേൽ റബ്ബായി തീരുന്ന, യജമാനനായി തീരുന്ന, എന്നെ ഭരിക്കുന്ന. റബ്ബുൽ ബൈത്ത് എന്ന വീട്ടിലെ രക്ഷാധികാരിക്കാണ് പറയാം. ഗൃഹനാഥൻ, അറബിൽ റബ്ബുൽ ബൈത്ത് എന്ന് പറയും. അപ്പൊ എന്നെ ഭരിക്കുന്ന, എന്റെ യജമാനനായി തീരുന്ന മകനിൽ നിന്ന്, മക്കളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന്, എന്നെ പ്രയാസപ്പെടുത്തുന്ന മക്കളിൽ നിന്ന് എന്റെ അർത്ഥം. എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന മക്കളിൽ നിന്ന് അള്ളാഹുവിന് എന്നോട് ഞാൻ രക്ഷ തേടുന്നു. നാലാമത്തെ വമിൻ മാലിൻ യകൂനു അലയ്യ അദാബ, എന്റെ മേൽ ശിക്ഷയായി തീരുന്ന സമ്പത്തിൽ നിന്ന്. സമ്പത്ത് ഒരു നിഅമത്താണ്, അത് നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ. പലപ്പോഴും പല ആളുകളും നശിച്ചു പോകാറുള്ളത് അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഉബ്തുലീന ബിദ്ദറാ ഫസബർന, ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും വന്നിട്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഫസബർന, ഞങ്ങൾ ക്ഷമിച്ചു. പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചു. വബ്തുലീന ബിസ്സറാ, സമൃദ്ധിയും അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഫലം നസ്ബിർ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത്. അനുഗ്രഹം കിട്ടുമ്പോൾ അള്ളാഹനെ മറക്കും. സമ്പത്ത് കിട്ടുമ്പോൾ ചിലപ്പോൾ അള്ളാഹനെ മറന്നുപോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന് ഫിത്ന സമ്പത്താണെന്ന് പറഞ്ഞത്. സമ്പാദിക്കുന്ന വിഷയത്തിൽ, കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നാളെ ശിക്ഷയായി തീരും. അത്തരം സമ്പത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അഞ്ചാമത് പറഞ്ഞെന്താണ്? വമിൻ ഖലീലിൻ മാകിരിൻ ഐനുഹു തറാനി വഖൽബുഹു യർആനി. വമിൻ ഖലീലിൻ മാകിർ, കുതന്ത്രക്കാരനായ കൂട്ടുകാരിൽ നിന്ന്. ഐനുഹു തറാനി, അവന്റെ കണ്ണെന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ നോക്കുന്നത്? എന്റെ തെറ്റുകളാണ്. ഖൽബുഹു യർആനി, അവന്റെ ഹൃദയം എന്നെ സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ തെറ്റുകൾ, കുറവുകളുണ്ടോ എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നതും അവൻ നോക്കുന്നതും. അതാണ് എന്റെ അർത്ഥം. ഇൻ റഅ ഹസനതൻ, എന്റെ നന്മ പറയാനോ പ്രചരിപ്പിക്കാനോ ഒന്നും അവന് ഇഷ്ടമല്ല. അതവൻ മൂടിവെക്കും. ദഫനഹ, ദഫന എന്ന് പറഞ്ഞാൽ എന്താ? മൂടിക്കളയാൻ. വൈദാ റഅ സയ്യിഅതൻ, ഇനി അവൻ ഒരു തെറ്റ് എന്നിൽ നിന്ന് കണ്ടാൽ അദഅഹ, അത് പ്രചരിപ്പിക്കും. മുനാഫിഖിന്റെ സ്വഭാവമാണ്. മറ്റുള്ള ആളുകളുടെ തെറ്റുകൾ, സമൂഹത്തിൽ തെറ്റുകൾ ഉണ്ടാകണം എന്ന് ചിന്തിച്ച് അത് പ്രചരിപ്പിക്കുക എന്നുള്ളതൊക്കെ. ഇങ്ങനെ ചിന്തിക്കുന്ന ഇതുപോലെയുള്ള കൂട്ടുകാരിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദുആ. അതിന്റെ ടെക്സ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കണം, പഠിക്കണം. ഈ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള, നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അവസ്ഥകളായിരിക്കും. ഇനി നമ്മൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ 5 പ്രശ്നം നമുക്ക് നിലവിലില്ല എങ്കിലും അത് ഭാവിയിൽ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് എന്ത് ചെയ്യണം? രക്ഷ തേടണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടുകാർക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
അല്ലാഹു തആല ഈ ഇരുത്തം അമലുൻ സാലിഹായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.